ഞങ്ങൾക്ക് നാളെയാണ് കേട്ടോ പെരുന്നാൾ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വിന്നേഴ്സ് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് ടാനിയുടെ മൂടൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവന് പുറത്ത് പോകണം, പാർക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വിന്നേഴ്സ് പോകണമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഇരിക്കുകയല്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ, ഐഷ. അപ്പോൾ ഞങ്ങളെ ഈദിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈദ് ആഘോഷിക്കാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനും സെമി മാത്രമായി പോയില്ല, ഒറ്റയ്ക്കായി പോയില്ലേ. അപ്പോൾ അവൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ അവളുണ്ട്, അവളും ഹസ്ബൻഡ് വരും. നാട്ടിൽ നല്ല രസമല്ലേ, എല്ലാവരുമായിട്ട് ഭയങ്കര രസമല്ലേ. എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്ന കാര്യം നാട്ടിലെ പെരുന്നാളാണ് കേട്ടോ. ഞങ്ങളുടെ ഈദ് ഷോപ്പിംഗൊക്കെ കഴിഞ്ഞതായിരുന്നു കേട്ടോ. ഞാൻ ഓൺലൈനിൽ കുറേ സാധനം വാങ്ങിച്ചിരുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്തെങ്കിലും ഗിഫ്റ്റ് നോക്കാനും കൂടിയാണ്. അതിനിടയിൽ ടാനിയുടെ കണ്ണിൽ ഈ ഒരു ഗിഫ്റ്റ് പെട്ടു കേട്ടോ. അവൻ കുറേ ആയിട്ട് വേണമെന്ന് പറഞ്ഞ് നടക്കുന്നൊരു സാധനമായിരുന്നു. അപ്പോൾ ഇത് ആക്സിഡൻ്റലി അവന് കണ്ണിൽ പെട്ടോണ്ട് ഇത് വാങ്ങിക്കല്ലാതെ വേറെ വഴിയില്ല. ഞാനും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അവൻ ഈ ഗിഫ്റ്റ് വാങ്ങിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ നാളെ ഈദല്ലേ വരുന്നത്, അപ്പോൾ ഈദിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇവാനും ടാനിക്കും ഒരേപോലത്തെ ഗിഫ്റ്റ് ഞാൻ തപ്പി നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ടാനിക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഏറ്റവും അവന് സന്തോഷമായത് കേട്ടോ. അവന് ഈ ഡൈസൻ്റെ വാക്യൂം ക്ലീനർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും വാങ്ങിച്ച് ഞങ്ങൾ വിന്നേഴ്സിന് ഇറങ്ങി. ഞാനും ടാനിയും കൂടി ആയിരുന്നു ഷോപ്പിങ്ങിന് ഇറങ്ങിയത് കേട്ടോ. സെമി വർക്ക് കഴിഞ്ഞ് വരുന്ന ഇടയിൽ ഞങ്ങളെയും പിക്ക് ചെയ്തു. പോകുന്ന ഇടയിൽ കാറൊന്ന് വാഷ് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈദിനുള്ളൊരു ഡെസേർട്ട് ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ഞാൻ തലേ ദിവസം തന്നെ എല്ലാ പെരുന്നാൾക്കും ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ആവശ്യം കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ സിമ്പിളായിട്ടൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ എടുക്കുന്നത് തേങ്ങ വെച്ചിട്ട്, അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അതിലോട്ട് നമുക്ക് കണ്ടൻസ് മിൽക്കും തേങ്ങാപ്പാലും പിന്നെ കുറച്ച് പാലും ഞാനിവിടെ എടുക്കുന്നുണ്ട്. അതിന് ഞാൻ ചൈന ഗ്രാസാണ് കേട്ടോ എടുക്കുന്നത്. അത് നന്നായി ഒന്ന് ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാലിലോട്ട് എൻ്റെ കയ്യിൽ ഒരു എസൻസ് ഉണ്ട് കേട്ടോ, കോക്കനട്ടിൻ്റെ, അതും ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രേ വരുന്നുള്ളൂ. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിങ്ങാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് നാളെ ഈദിന് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ ഈ മെഹന്തി ഇട്ടത്. പ്രയർ കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോകണം കേട്ടോ. രാവിലെ എണീറ്റിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് വന്നതാണ്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്യാൻ. ഇന്ന് ഞങ്ങൾ ബിരിയാണി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈദ് മുബാരക്. പള്ളിയിലൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നതാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്കാണ് കേട്ടോ ലാസ്റ്റ് പെരുന്നാൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ വന്നതാണ് കേട്ടോ. ഇനി ഫുഡ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ എണീറ്റ് കൂടിയതായിരുന്നു. 8:30ക്കാണ് ഞങ്ങൾക്ക് പ്രയർ വരുന്നത്. അപ്പോൾ പ്രയർ കഴിഞ്ഞു, ഇതപ്പോൾ വന്നതാണ്. ഇനി ബിരിയാണി സെമിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സെമി ബിരിയാണി, ബീഫ് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ 65 ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഡെസേർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിൻ. വലിയ കാര്യമായിട്ടുള്ള ഫുഡൊന്നുമില്ല, ജസ്റ്റ് ഒരു ബിരിയാണി. നമ്മൾ ഫ്രണ്ട് വരുന്നുണ്ട്, ആയിഷ ഇന്നലെ ഇവിടെ തന്നെയായിരുന്നു. അവൾ പോയി. ഞങ്ങൾ മെഹന്തി ഒക്കെ ഇട്ട്, കണ്ടോ എൻ്റെ മൈലാഞ്ചി കണ്ടോ ഗൈസ്, റെഡായി വരുന്നുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി 3:30-4 മണിക്ക് ഞാൻ മൈലാഞ്ചി ഇട്ടാണ്. മൈലാഞ്ചി ഇടാതെ എന്ത് പെരുന്നാളല്ലേ, അതുകൊണ്ട് ഞാൻ സമയമൊന്നും നോക്കിയില്ല. ഞാൻ നേരം വൈകിയാണെങ്കിലും മൈലാഞ്ചിട്ട് കിടന്നു. 2 മണിക്കൂർ ഉറങ്ങി. ടാനിയുടെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. ടാനിനെ കിടത്താൻ കൊണ്ടുപോയിട്ടുണ്ട് സെമി. ഉറങ്ങിയാൽ നന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോയി. പുറത്ത് മഴ ചാറുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ പെരുന്നാൾ മഴ കൊണ്ടുപോയി. കഴിഞ്ഞ പെരുന്നാൾക്ക് ഇതുപോലെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര കാര്യമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. ഞാനിത് എടുത്തിട്ടുള്ളത് ഷീനിൽ നിന്നാണ്. ഈദ് ഔട്ട്ഫിറ്റ് എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ?
ഒപ്പടാ ഇതൊക്കെ അതൊക്കെ അവിടെ ഇട്ട്. ഇഷ്ടായോ? കവറൊന്നും ഇഷ്ടായത്? അത് ഓപ്പൺ ചെയ്തെടുത്തോ. ഇന്നത്തെ ഈദ് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഞങ്ങളും സെമിയും മാത്രമായിട്ടുള്ള ഒരു ഈദാണെന്ന് വിചാരിച്ചത്. അപ്പോൾ ബട്ട് ഞങ്ങളെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഭയങ്കര രസമായിട്ടോ. വീട്ടിൽ ആ ഒരു ഫീൽ വന്നു കേട്ടോ. ആയിഷ 2 ദിവസമായിട്ട് വീട്ടിലുള്ളതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. നമ്മൾ ആ വീട്ടിലെ ആ ഒരു വൈബ് ശരിക്കും കിട്ടി. കസിൻസൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇതായിരുന്നു കേട്ടോ. എനിക്ക് ആയിഷയും അഖിലാണെങ്കിലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതൊക്കെ അടിച്ചു പൊളിച്ചു. പിന്നെ അവരുടെ ഗാനമേളയായിരുന്നു കുറച്ച് നേരം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ പോവാൻ റെഡി ആയിട്ടോ. വിഷമാണോ? ഇങ്ങോട്ട് നോക്കിട്ട് വിഷമം പറയൂ. ബൈ ബൈ. മഴ ഉണ്ടോ? തനിക്ക് ഗിഫ്റ്റ് കിട്ടോ നോക്കട്ടെ. ഇവാൻ എന്തൊക്കെയാ തന്നു? ബബിളും പിന്നെ കാറ് തന്നില്ലേ? ഇത് കാറ് ഓടിച്ച് എങ്ങനെ കാറ് ഓടിക്കോ? ഇതെന്തായാലും നമ്മൾ അടിച്ചു പൊളിച്ചു. ടാനിയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ വീഡിയോ ഞാൻ സെമിയുടെ ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈദ് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞായിരുന്നു സെമിയുടെ ബർത്ത്ഡേ. അപ്പോൾ സെമിക്ക് സർപ്രൈസ് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. എന്നെ ആയിഷ വിളിച്ചിട്ട് പറഞ്ഞ് സെമിക്കയുടെ ബർത്ത്ഡേ അല്ലേ, അവളൊരു കേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കില്ല. ഞാൻ അവരോട് വരുമ്പോൾ സെമിക്കുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഒരു പർച്ചേസിന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്നറിയോ, ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒരു മോളെ ബർത്ത്ഡേ ആണ് വരുന്നത്. ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തുട്ടോ. അതിനിടയിൽ ഞാൻ സെമിക്കൊരു വാട്ടർ ബോട്ടിലും കിട്ടി. ഇതാണ് നമ്മളെ ഷൂസ് അല്ലേ. എന്താ പോലെ സംഭവിക്കുന്നത് മനസ്സിലാവുണ്ട്. പക്ഷെ ഒന്ന് ചീത്ത അറിയാതിരുന്നോ? ഇത് എടുക്കാതെ ആദ്യം കയറണോ? വേണ്ടല്ലേ. നിങ്ങൾ സർപ്രൈസ് ആയിട്ട് വന്നതാ പറയാദ്യം. ഈ ടാനി എല്ലാരും വിളിക്ക്, വീട്ടിലോട്ട് വാന്ന് പറ. ഹാപ്പി ബർത്ത്ഡേ പറയണേ. ഹാപ്പി ബർത്ത്ഡേ മാമ പറയുന്നുണ്ട്. ഇവര് സർപ്രൈസ് ആയി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുമിച്ച് പോവാറുണ്ട്. നല്ല ചെമ്മീൻ മണം. എന്താ നീ ബേബി? സെമിക്ക് ഞാൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കുമെന്നറിയായിരുന്നു. പക്ഷെ ഒട്ടും സെമി എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ഇവരോടാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞതും പിന്നെ ഇവർ കേക്ക് അവരുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അവൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ അവൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ അവൾ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അത് ഭയങ്കര ഒരു സ്പെഷ്യലായി. സെമിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇന്നത്തെ ഡേ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഗിഫ്റ്റ് കിട്ടുമ്പോഴും നമുക്കാണെങ്കിലും സന്തോഷമാവില്ലേ. അപ്പോൾ സെമി പറയുകയും ചെയ്തു ഞാൻ എന്തെങ്കിലും കൊടുക്കുമെന്ന് അറിയായിരുന്നു, പക്ഷെ ഇവർ വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന്. അഖിലാണെങ്കിലും ആയിഷയാണെങ്കിലും എന്നെക്കാളും കൂടുതൽ ബർത്ത്ഡേ കളറാക്കണം എന്ന് പറഞ്ഞത് അവരായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സ്പെഷ്യലായിട്ട് സെമിക്ക് ഇഷ്ടമുള്ള ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനാണെങ്കിലും നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ബിരിയാണി ആയിരുന്നു കേട്ടോ. സെമിക്ക് ഗിഫ്റ്റ് എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് സെമിക്ക് ഷൂ ഇല്ല, ഷൂ കിട്ടിയാൽ കൊള്ളാമെന്ന് സെമിനോട് ഞാൻ ചോദിച്ചായിരുന്നു. ഇതിന് മുന്നേ
എന്നെ ഒരു ദിവസം റാൻഡം ചോദിച്ചു കേട്ടോ എന്ത് ഗിഫ്റ്റാണ് സെമിക്ക് വേണ്ടത്. അപ്പോൾ ഷൂ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ഇവരോട് ഷൂ വാങ്ങിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ നല്ല എനിക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തന്നാണ് കേട്ടോ ഈ ഷൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായി ഈ ഗിഫ്റ്റ്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഈദും സെമിയുടെ ബർത്ത്ഡേയും കൂടി എൻ്റെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.